ധ്യാൻ ഇപ്പോ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ശരിക്കും പറഞ്ഞാൽ ധ്യാനെ വെച്ചിട്ട് കച്ചവടം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്തുകൊണ്ട് ധ്യാനിന് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല? തുടങ്ങാൻ ആഗ്രഹം ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ല? ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അടുത്ത ഉള്ള ആൾക്കാരൊക്കെ എന്നോട് ചാനൽ തുടങ്ങാൻ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പലരും 50-50 പ്രോഫിറ്റ് ഷെയറിൽ ചേട്ടാ നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തുടങ്ങാന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് എന്റെ അടുത്തൊക്കെ. ഈ രണ്ട് ബലൂണൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണോ? ആ ബലൂൺ പറയോ? നീയോ നിന്റെ ഏതോ അടുത്ത കൂട്ടുകാരിയാ വേണ്ട വേണ്ട വേണ്ട, അത് മിക്കവാറും അവിടെ നിന്ന് വരാനേ ചാൻസ്. അവള് എങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു അവക്ക്. അപ്പൊ ഞാനത് ആലോചിക്കാം, ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോ ഒരു ഭാവിയിൽ ഒരു യൂട്യൂബ് ചാനൽ. അടിപൊളി. അങ്ങനെ ആ ചാനലിന്റെ പേരെന്തായിരിക്കും? ദുരന്തം. അവളുള്ളോണ്ട് ചേച്ചിക്ക് ഒരു ചാനൽ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽ. അത് ഞാൻ മറന്നിരിക്കുന്നു. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇല്ല ഇനി ആർക്കെങ്കിലും എന്തിനു ചോദിക്കാണ്ടോ? ഷാൻ ഒരു ചോദ്യമുണ്ട്. ഓ, നീ സംവിധാനം ചെയ്ത സിനിമ, ചെയ്യാൻ പോകുന്ന സിനിമ അല്ല ചെയ്ത സിനിമ, നമ്മൾ ചെയ്ത സിനിമ, ലവ് ആക്ഷൻ ഡ്രാമ. അതില് നിന്റെ ജ്യേഷ്ഠൻ പാടിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട് കൊടുക്ക്. പക്ഷെ ജ്യേഷ്ഠൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയിലും നീ പാടാത്ത എന്തുകൊണ്ടാ? നിങ്ങളെ പോലത്തെ കൂട്ടുകാര് പറയാത്തോണ്ടായിരിക്കും. ആദ്യം തന്നെ എന്നെ ഒഴിവാക്കാൻ പറയുമല്ലോ. അവൻ വേണ്ട, എന്നെ ഫസ്റ്റ് പടത്തിൽ ഒഴിവാക്കിയതാ അദ്ദേഹം. സ്വന്തമായിട്ട് പുള്ളിയുടെ മ്യൂസിക് കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹിറ്റ് ആവേണ്ട പാട്ട് കഴിഞ്ഞ ഓണം വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, എല്ലാ ഓണത്തിനും പറയണം ഒരു പാട്ട്. എന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കണില്ല? ഞാൻ വിളിക്കാം, എപ്പോ വിളിക്കും? അടുത്തതിന് വിളിക്കാം. ചെറുത്തേട്ടാ വിളിക്കരുത്, പാടാൻ പറ്റില്ല. പാടാൻ പറ്റില്ല. ഇതൊക്കെ ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. എല്ലാരും രക്ഷപ്പെട്ടു പോകും. അതെ, ഷാന്റെ പാട്ട് പാടിയ വൈറലാവും. സത്യം, വലിയ കാര്യം. ഷാനെ എന്തൊക്കെയാലും നിന്റെ കള്ളത്തരമൊക്കെ ഇവനും അറിയാമെന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ, ധ്യാനേ, എനിക്ക് ചോദ്യമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴേ ധ്യാനിന്റെ അടുത്ത് പറഞ്ഞത് ധ്യാനിന്റെ ചേട്ടനുമായിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ട് എന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ എൻ്റെ അടുത്ത് അദ്ദേഹം പാടുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പാടുമോ? കുറെ സന്തോഷം. അതുമല്ല, ഈ അടുത്ത കാലത്ത് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ അച്ഛൻ, ഞങ്ങളുടെയൊക്കെ അണ്ണാച്ചി, ശ്രീനിവാസൻ അണ്ണാച്ചി, അതേ എൻ്റെ നമ്പർ എടുക്കത്തത് മനഃപൂർവ്വം എടുക്കില്ലേ. അവസാനം ഞാൻ അമ്മയുടെ നമ്പർ പിടിച്ച് മേടിച്ച് വിനീതിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. കുറേ സന്തോഷം, കുറേ സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാര്യം എനിക്കൊക്കെ അത്ര ഇഷ്ടമാണ് നമ്മുടെ അണ്ണാച്ചിയെ. പ്രത്യേകിച്ച് അണ്ണാച്ചിക്ക് എന്നെയും കുറെ ഇഷ്ടമാണ്. കാര്യം ഞങ്ങൾ ഒരു പടവും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഫോണ് പോലും എടുക്കാത്തത്. ശരിയോ ഒരുമിച്ച് വർക്ക് ചെയ്ത ആള് ഇഷ്ടം കുറയും ചരിത്രം. എനിക്ക് അനുഭവം ഉണ്ട്. സത്യം, എനിക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉദാഹരണം മ്യൂസിക് ഡയറക്ടേഴ്സിനോട് പ്രത്യേകിച്ച് ഷാൻ. ധ്യാനേ, എനിക്ക് ധ്യാനിന്റെ ഒരു പാട്ട് കേൾക്കും, അതാണ് എന്റെ ആഗ്രഹം. നോ ചോദ്യം. നിന്റെ ഓഡിഷൻ ഇവിടെ വെച്ച്. ഇതിലൂടെയാണോ ഞാൻ ഇനി സിനിമാ രംഗത്ത് പാടാനിലേക്ക്? കുഞ്ഞാപ്പു, ധ്യാൻ ചേട്ടൻ പാടാൻ പോവാ. ഇവിടെ പാടാം. എന്നാ ആദ്യം നീ ഒരു പാട്ട് പാടും. എന്റെ പഞ്ചായത്തിൽ ഞാൻ പരിപാടി കുഞ്ഞാപ്പു ചേട്ടന് പാടാൻ അറിയോ? ഇല്ല, കഴിഞ്ഞല്ലോ. പറഞ്ഞു, വാക്ക് മാറ്റാൻ പാടില്ല. പാടാന്ന് പറഞ്ഞു. ഏത് പാട്ടാണ് ഇന്ന് ഈ ഗ്രാൻഡ് വെറുതെ കഴിവില്ലാത്തവനെ കഴിവുണ്ടെന്ന് പറഞ്ഞ് അവസാനം എന്നെ പാടി തന്നെ ചിരിക്കാനല്ലേ ഇവിടെ? ഒരിക്കലും അല്ല. ഇത് ഇപ്പത്തെ ട്രെൻഡിങ് പാട്ട് വേണം. അല്ലല്ല, മറ്റേ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം. ചേട്ടാ റെഡി? റെഡി. അപ്പൊ ഏതാ പാടാൻ പോന്നെ? 4 വരിയാണ്. കുറച്ചുകൂടെ ഒരു അനുപല്ലവിയും കൂടെ പാടിത്തരും ഞങ്ങക്ക്. പല്ലവി തീർത്തിട്ട് അനുപല്ലവി. പല്ലവി ശരിയായി കിട്ടിയാൽ അനുപല്ലവി കൂടെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഷുവർ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളം ഈണം നൽകി, ഈണം തേടും മീരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി, പാടൂ നാട്ടുമയിലേ കൂടെയാടൂ ചോലമയിലേ, ഒന്നു പാടൂ നാട്ടുമയിലേ കൂടെയാടൂ ചോലമയിലേ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ഈണം തേടും നീരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി, പാടൂ നാട്ടുമയിലേ കൂടെയാ
നാട്ടുമയിലേ കൂടെയാടൂ ചോലമയിലേ. കലക്കി സൂപ്പർ നന്നായിട്ട് പാടി സൂപ്പറായിട്ട് പാടി ഇത് മഞ്ജരി ചേച്ചിയുടെ ഷാനിക്കട പിന്നെ ലിപ്സിംഗിൽ പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ലിപ്പ് സിങ്ക് ചെയ്ത് അതാ പറഞ്ഞേ അത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അതാ. ഈ പാട്ട് പാടാൻ പാടില്ല അല്ല ചെറിയ ശബ്ദം നല്ല സെലക്ഷൻ ആണ്. നന്നായി പാടി നന്നായി പാടി ആ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നന്നായിരുന്നെടാ. നന്നായിട്ട് പാടി നൈസ് വെരി നൈസ് Nice. ഞങ്ങളൊക്കെ ഞാൻ enjoy actually ഇതില് നന്നായി പാടും അത് വേണ്ട ശരിക്കും വേണ്ട. അല്ല ഇത് നന്നായിട്ടുണ്ട്